എന്താണോ താനിങ്ങനെ മുഖമൊക്കെ മറച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ് രാത്രിയായ വീട്ടിൽ കയറണം, വല്ല വീട്ടിലും ചെന്ന് കയറി ആൾക്കാർ കെട്ടിയിട്ട് അടിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഒപ്പനയുണ്ടോ? അല്ല, അതൊന്നുമല്ല. അതുമല്ല. അവിടെ നിൽക്കട്ടെ സുഹൃത്തുക്കളെ, പല ദേശത്തിൽ കെട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ തലയിൽ മുണ്ടിട്ട ഇയാളുമായിട്ട് നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാവർക്കും നാടൻ തല്ലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നലത്തെ തിളപ്പ് കണ്ടപ്പോഴേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞതാ, കുഞ്ഞളിയ ഇത്രയും തിളപ്പ് വേണ്ട, ഒന്നടങ്ങെന്ന്. തലയെ മുണ്ടിടേണ്ട ഗതി വരെ വന്നു. ഇതിന് രാഷ്ട്രപതിയെ കുറിച്ച് എന്തൊക്കെയായിരുന്നു ഇവിടെ നിലവാദം അടിച്ചത്? ചൂടായതുകൊണ്ട് പൊതച്ചുകൊണ്ട് നടക്കുവാണല്ലേ? ഓ, ഒരു ചൂടായതുകൊണ്ട് മൊത്തത്തിൽ പൊതയ്ക്കുന്ന ടീമാട്ടോ. വെയിലും ഉണ്ടാ കറുത്തു വെച്ചു. വാവട ചുക്കട് വാവടാ. എടാ, എന്താണ് നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? തലയെ മുണ്ടിടേണ്ട അവസ്ഥ ഇപ്പൊ പിടികിട്ടി സുഹൃത്തുക്കളെ, ഇപ്പൊ പിടികിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്ര നേരം ദിവസവും ഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് സ്വന്തം പാർട്ടിക്ക് ചിഹ്നം പോലും ഇല്ലെന്ന്. ചിഹ്നമുണ്ട്, അരിവാൾ സൂചിക നക്ഷത്രം. അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാകും. പുന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. നല്ല പാട്ടുണ്ട്. മനസ്സിലായി. നല്ല പാട്ടുണ്ട്. ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വന്ന് ഭരിക്കാൻ നേതാവും ഇല്ല, നയിക്കാൻ നായകനും ഇല്ല. നര വന്ന് പോയില്ലേ? നിങ്ങൾ അറിഞ്ഞോ സുഹൃത്തുക്കളെ? പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സ്വന്തമായി പാർട്ടിക്ക് ചിഹ്നം പോലും പോകുന്ന അവസ്ഥ. പലതരത്തിൽ ചിഹ്നം എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമായ ധാരണ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധാരണയില്ലേ? നമ്മളങ്ങോട്ട് കുറച്ച് പറഞ്ഞുതരാം. മരപ്പട്ടി, ബിരിയാണി ചെമ്പ്, ക്ലിഫ് ഹൗസ്, മാസപ്പട്ടി, കള്ളനോട്ട്, ചോല്. വേണമെങ്കിൽ പൊതിച്ചോറ് ആക്കിക്കോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതാണല്ലോ പൊതിച്ചോറ്. വേണമെങ്കിൽ അതും ആക്കിക്കോ. ചിഹ്നത്താണോ പൊതിച്ചോറിന് കുഴപ്പം? പൊതിച്ചോറിന് കുഴപ്പം അതാണ്. നമുക്കറിയില്ല. നിങ്ങൾ നാഴിക്ക് 40 വട്ടം പറഞ്ഞുണ്ടാക്കുമല്ലേ? ഞാനെന്തിനാണ് ഈ തലയിൽ മുണ്ടിട്ടത്? മനസ്സിലായില്ല എനിക്കത്. അങ്ങനെ നാണക്കേടായല്ലേ? കാരണം ഇനി വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ സ്വന്തമായി പാർട്ടിക്ക് ഒരു ചിഹ്നമെങ്കിലും വേണ്ടേ? 11 MP-മാരുണ്ടെങ്കിൽ നമ്മൾ നിലനിർത്തോടോ? അങ്ങോട്ട് ഉണ്ടാക്കോടോ? 11 തന്നെ ആയിരിക്കണം. അതായത് ഒന്ന് തന്നെ ആയിരിക്കണം. അല്ലാതെ 1 = 2 ആവരുത്. 11 തന്നെ ആവണം കേട്ടോ. 11 തന്നെ ആക്കോടോ? ആക്കും. മുക്കും നാളെ ഞാൻ പലതും കേട്ടു. സർവേ ഫലങ്ങൾ പറയുന്നു മിക്കവാറും കയ്യിൽ നിന്ന് പോകാൻ സാധ്യത. മരപ്പട്ടിയാണോ? ബാലൻ ചേട്ടൻ പറഞ്ഞായിരുന്നേ. ബാലൻ ചേട്ടൻ നിങ്ങളുടെ തന്നെ ആൾക്കാർ പറഞ്ഞത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. AK ബാലൻ സഖാവ് കഴിഞ്ഞ ദിവസം വന്ന് നിന്ന് സഖാവ് പറഞ്ഞു, ബാലനെ വല്ലതും പറഞ്ഞതാണോ മനസ്സിലാവും? സഖാവ് പറഞ്ഞു, അണികളും നേതാക്കളും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണാവോ? പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ അഹോരാത്രം പണിയെടുക്കണം. അവിടം വരെ ആയി കാര്യങ്ങൾ. അതായത് പാർട്ടിയുടെ ചിഹ്നം എടോ, പേരിന് മുമ്പിൽ ആ നെറ്റിപ്പട്ടം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണോ നമ്മുടെ പാർട്ടി ചിഹ്നം? അത് അവിടെ തന്നെ കാണും. ആണേ. അതായത് 11 MP-മാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തലസ്ഥാനത്ത് രാജ്യത്ത് പാർട്ടികളായിട്ട് അംഗീകരിക്കാൻ കഴിയുകയില്ല. ആ സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ CPM ചിഹ്നവും ഉണ്ടാകില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ചിഹ്നമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് കീഴ്വഴക്കം. ഇനി 11 MP-മാരെ കിട്ടോ ഇല്ലേ എന്നാണ് പാട്. അത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു 5 MP-മാരെ പറയൂ. ജയിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോട്ടെ, തൊട്ട് മുൻപ് എത്ര MP-മാർ ഉണ്ടായിരുന്നു? ഒരൊറ്റ MP, അത് ആരിഫ് MP, സിറ്റിംഗ് MP. ആ സിറ്റിംഗ് MP ഇപ്പൊ ജയിക്കുമെന്ന് പോലും ഡൗട്ടാണ്. പിന്നെ നോക്കിയിരുന്നോ? അതെ, നോക്കിയിരുന്നോ? മനസ്സിലായി. നോക്കിയിരുന്നോ? ജയിക്കത്തില്ല. എടോ, ഈ 20 മണ്ഡലങ്ങളും നമ്മൾ പിടിച്ചെടുത്തിരിക്കും. ഇങ്ങനെ നമ്മൾ അവിടെ ചെങ്കൊടി പാറിച്ചിരിക്കുവോ? ചെങ്കൊടിയാണോ വേറെ വല്ലതും ആണോ പാറിക്കുന്നതെന്ന് അതിന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നത് പറയാനായിട്ട്. അപ്പൊ ബാലൻ സഖാവ് പറഞ്ഞു, അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെയാണ് പറഞ്ഞത്. നമ്മൾ അറിയാം. അതാണ് ഈ ലാസ്റ്റത്തെ ഒരു അടവായിട്ട് പറയുന്നത്. വേണമെങ്കിൽ ലാസ്റ്റ് ആയത് ജയിക്കില്ല എന്ന് അറിയാം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. ഇവിടെ നമ്മുടെ അവസ്ഥ ഇതൊക്കെയാണടേ, ഇനി തോറ്റു കഴിഞ്ഞ് നമ്മുടെ ചിഹ്നം പോലും കാണൂലടേ. അതാണ് പറഞ്ഞ് മനസ്സിലായോ? അതാണ് ആൾക്കാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുകയാണ്. മറ്റു പല ചിഹ്നങ്ങളും ഉണ്ടല്ലോ, മരപ്പട്ടി, പൊതിച്ചോറ്,
അങ്ങനെ പല ചിഹ്നങ്ങളും ഉണ്ടല്ലോ. അവരുടെ ചിഹ്നം ഒന്ന് മുറുക്കെ പിടിച്ചോളാൻ പറ കേട്ടോ. അതെന്താ? കൈവെള്ളയിൽ തന്നെ ഉണ്ട് ആ ചിഹ്നം. കൈവെള്ള തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞത് ഈ ദേശാഭിമാനിയിലുള്ളതല്ല, അല്ലാത്ത സർവേ ഫലങ്ങളൊക്കെ വായിച്ചായിരുന്നു. സർവേ ഫലം പോലാണല്ലോ ഇവിടെ കാര്യം നടക്കുന്നത്. ഒന്ന് പോകുമ്പോ അങ്ങോട്ട് എഴുന്നേറ്റ് നമ്മൾ കുറെ സർവേ ഫലം ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അവന്മാര് മാറി ഇന്ന് വീശും. ആരെന്നറിയാമോ? ഇവര് 11 കണക്ക് മറക്കല്ലേ. സതീശനും കെ സുധാകരനും ഒക്കെ അണികൾക്ക് വീശാനായിട്ട് കുറെ വിശറി മേടിച്ചു വെക്കാൻ പറ. അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ കൊടുത്തില്ല. ഈ ചൂട് കാലത്ത് ഈ നേതാക്കന്മാർ ഈ അണികളെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടേക്കല്ലേടോ, പറഞ്ഞങ്ങ് വിട്ടേക്കല്ല. അവര് സ്വമേധയാ രംഗത്തിറങ്ങിയിരിക്കുന്നതാണ്. അതെ, വേറെ ജോലി. ഇവിടെ പേരാമ്പ്രയിലൊക്കെ ഞങ്ങളുടെ ശൈലജ ടീച്ചർ ഉണ്ടാക്കിയ ഓളം നിങ്ങൾ കണ്ടോളൂ. അല്ല, അതിന് തൊട്ട് മുൻപ് ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഓളം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? കറണ്ട് കട്ട് ചെയ്യാൻ നോക്കി, കറണ്ട് കട്ട് ചെയ്യാൻ മനസ്സിലായി. ഷാഫിയോട് മുട്ടാൻ നിൽക്കേണ്ട, ഷാഫിയോട് മുട്ടാൻ നിൽക്കേണ്ട. ചെലപ്പോ കെ ശൈലജ ടീച്ചറിന് അതിനായിട്ടുള്ള ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. പക്ഷേ ഷാഫി അതോടെ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കുകയാണ്. അവൻ തട്ടുകൊള്ളും കുറെ. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിക്ക് ഇതൊരു ഭീഷണിയല്ലേ? നേരെ തലയിൽ മുണ്ടിട്ട് താരായിരുന്നു വെയിലുള്ളായിരിക്കും. നമ്മൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ, ബാലൻ സഖാവ് നമ്മൾ അണികളോടും നേതാക്കൾ ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങൾ ഇങ്ങനെ പുറത്തിട്ട് ട്രോളേണ്ട കാര്യമൊന്നുമില്ല കേട്ടല്ലോ. പറഞ്ഞോ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ കാര്യം എങ്ങനെ പുറത്തറിഞ്ഞു? എങ്ങനെ മാധ്യമങ്ങൾ വഴി പുറത്തറിഞ്ഞു? അപ്പൊ പാർട്ടിക്കകത്ത് കഴിഞ്ഞാൽ ഒറ്റാനുള്ള ഒറ്റുകാരന്മാരുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ എന്താ മനസ്സിലായേ? CPM-നകത്ത് കോൺഗ്രസ്സുകാരുണ്ടെന്നോ പറഞ്ഞു വരുന്നത്? ഇപ്പോ അയ്യ CPM-നകത്തല്ലല്ലോ കോൺഗ്രസ്സുകാരുള്ളത്. നിങ്ങളുടെ BJP-ക്കകത്തോട്ട് പോകാൻ നോക്കിയിരിക്കുമല്ലേ മറ്റേ കോൺഗ്രസ്സുകാർ. ഓ, കോൺഗ്രസിൽ നിന്ന് CPM-ൽ നിന്ന് വന്നപ്പോ ആഹോ, കോൺഗ്രസിൽ നിന്ന് BJP-യിൽ പോയപ്പോ ഓഹോ. ലിസ്റ്റ് എടുക്കണോ ആരൊക്കെ വന്നു? അധിക പ്രസംഗം പറയാം. അതായത് സുഹൃത്തുക്കളെ, നമ്മൾക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണ് ആ പ്രതിസന്ധി? ഇങ്ങനെ കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രി, അതാണ് നമ്മുടെ പ്രതിസന്ധി. അതല്ലേ സുഹൃത്തുക്കളെ? ബാലൻ സഖാവ് അനവസരത്തിലാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. കണ്ട അവർക്ക് തന്നെ അതൊരു അനവസരമാണെന്ന്. എടാ, ഏതെങ്കിലും വള്ളത്തിൽ കാലുകുത്തി 2 വള്ളത്തിലും കൂടി ഇങ്ങനെ നിൽക്കാതെ. നേരത്തെ പറഞ്ഞു ബാലൻ സഖാവ് ഒരു മുന്നറിയിപ്പ് നൽകിയതാണെന്ന്, ഇപ്പൊ പറയുന്നു അത് അനവസരമാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഏതിലൊന്നും ഉറച്ചു നിൽക്കുക. അത് തന്നെയല്ലേ പറയുന്നത്. ബാലൻ സഖാവ് പറഞ്ഞതൊരു മണ്ടത്തരമാണ്. അത് പാർട്ടിക്കകത്ത് പറയണം. അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകണമെങ്കിൽ പാർട്ടിക്കകത്ത് പറയണമായിരുന്നു. ഇത് മറ്റേ അടുക്കള പാട്ട് അങ്ങാടി രഹസ്യം, അല്ലെങ്കിൽ അടുക്കള രഹസ്യം അങ്ങാടി പാട്ട് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പാർട്ടിക്കകത്ത് പറഞ്ഞ എല്ലാം പത്രത്തില്. പിന്നല്ലാതെ മാധ്യമക്കാരുടെ ധർമ്മം അതാണ്. എല്ലാം എവിടെ എന്ത് ലഭിക്കുന്നു എന്ന് നോക്കി നിൽക്കണം. അല്ല, നോക്കി നിൽക്കുമ്പോ നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഒളിഞ്ഞു നോക്കൂടോ. ആ ശൗചാലയത്തിൽ ഒളിക്യാമറ വെച്ച ചരിത്രം ആർക്കുള്ളതെന്നൊക്കെ ഞാൻ പറയാം. ആലപ്പുഴ ഞാൻ വീണ്ടും ആവർത്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ചിഹ്നം പൊന്നരിവാളമ്പിളി മരപ്പെട്ടി വേണ്ട കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകും. 11 MP-മാരല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളും നമ്മൾ പിടിച്ചെടുത്തിരിക്കും. കൂടുതലങ്ങ് കേട്ടോ 20 മണ്ഡലങ്ങളും നമ്മൾ പിടിച്ചെടുത്തിരിക്കും. ആകെ 20 മണ്ഡലം ആയത്. വല്ല 25ഓ 50ഓ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഭയാനകം. ചങ്കൂറ്റം. എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ എപ്പിസോഡ് ഒന്ന് കാണണം. നിങ്ങൾ മറ്റേ ഒരു എപ്പിസോഡ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇതൊന്ന് കാണണം. കാരണം ഈ പറഞ്ഞതൊന്ന് കേൾക്കണം. 20 മണ്ഡലങ്ങളും പിടിച്ചിട്ട് ഞാൻ തന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. ഇവിടെ നിൽക്കണം. ഇങ്ങനെ തന്നെ കിട്ടണം. എന്റെ കൂടെ എന്റെ പ്രേക്ഷകർ കാണല്ലേ, നമ്മുടെ സുഹൃത്തുക്കളും കാണുള്ളൂ. കാരണം താൻ എന്തൊക്കെയാ പറയുന്നത് അവർ വ്യക്തമായി നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താൻ എന്ത് വിചാരിച്ചു? പണ്ടത്തെ അത്ര പോലെ കേൾക്കുന്നില്ലല്ലോ ഒന്നും അങ്ങോട്ട്. കേൾക്കുന്നില്ല കേട്ടോ ഒന്നും. ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ.
എടോ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്കെതിരെ നീങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭ പൂർണ്ണമായും പിരിച്ചുവിട്ട് മുഖ്യമന്ത്രിയെ അതിൽ നിന്നും രക്ഷപ്പെടുത്താതെ കൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് എന്നൊരു ഒരു നീക്കമൊക്കെ ഉണ്ടല്ലോ. അനാവശ്യം പറയരുത്. രാഷ്ട്രപതിക്കെതിരെ ഇവർക്ക് പറയാം, നമ്മളെന്തെങ്കിലും പറയാനേ ഉള്ളൂ അനാവശ്യം. എന്തായിരുന്നു ഇന്നലെ പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ്, രാഷ്ട്രപതി ഞങ്ങൾക്ക് പേടിയില്ല, ആരാണ് രാഷ്ട്രപതി ഇരിക്കുന്നത് കാണണമല്ലോ എന്നൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ. നമ്മൾ ഇങ്ങനെ വിളിക്കുന്നു. എങ്ങനെ ഇങ്ങനെ ഇവർക്ക് അതേ ശീലമുള്ളൂ. കാരണം ഇങ്ങറ്റം മുതൽ അങ്ങേയറ്റം മുതൽ നേതാക്കന്മാർ ഇവര് അങ്ങനെയാണ് വിളിച്ച ശീലം. പറയാം മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ. എന്തായാലും എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? ഇവരുടെ പാർട്ടി ചിഹ്നത്തിന് 2-3 ചിഹ്നങ്ങൾ ഈ താഴെ കമന്റ് ചെയ്യുക. AKG സെന്ററിന് മുന്നിലും അങ്ങ് PB ഓഫീസിലും ഞങ്ങളുടെ പൊന്നരിവാൾ അമ്പിളി അതുപോലെ തന്നെ നിൽക്കണം. അങ്ങനെ ഉണ്ടായിരുന്ന പല PB ഓഫീസുകളും ഇപ്പോൾ പല റേഷൻ കടകളായി മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. കേരളത്തിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റു പല സംസ്ഥാനങ്ങളിലെ കാര്യം. ത്രിപുരയിലെയും ബംഗാളിലെയും നമ്മുടെ പ്രതാപമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. തിരിച്ചു പിടിക്കും നമ്മൾ അതൊക്കെ. അതെ തിരിച്ചു പിടിക്കും. നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടെ, തിരിച്ചു പിടിക്കും. പക്ഷെ അതാണ് അവിടെയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്, തിരിച്ചു പിടിക്കും. അതിനുള്ള അഹോരാത്രം പണിയിലാണ് ഇവർ. കേരളത്തിലൊക്കെ അത് പിന്നെ, പക്ഷെ ത്രിപുരയിലും ബംഗാളിലും തിരിച്ചുപിടുത്തമാണ്. അതാണ് ഒരു തിരിച്ചുപിടുത്തം അല്ലേ? ശരി. അപ്പൊ എന്തായാലും തലയും മുണ്ടിട്ടല്ലേ വന്നത്. ഇനിയിപ്പോ അങ്ങനെ തന്നെ പൊക്കോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും. കാരണം അമ്മാതിരി മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളാണല്ലോ വിളിച്ചു പറയുന്നത്. ശരി. അപ്പൊ